താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, അവൻ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. ഇതറിയത്തില്ലെങ്കിൽ, ഇതേത് സങ്കീർത്തനത്തിലാണെന്ന് അറിയത്തില്ലെങ്കിൽ 50 പ്രാവശ്യം എംബോസിച്ചിരുന്നു. കാരണം അതറിയത്തില്ലേ, ഭയങ്കരമാണ്. 23-ാം സങ്കീർത്തനം, ഹല്ലേലൂയ, സങ്കീർത്തനങ്ങളുടെ രാജ്ഞിയാണ്. സ്തോത്രം. ആ വചനത്തിനായിട്ട് എല്ലാവരും സ്തോത്രം ചെയ്താട്ടുന്ന രാത്രി ആ വചനകർത്താവ് നൽകിയതിനാൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. 6 വാക്യങ്ങൾ കൊണ്ട് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കുന്ന 23-ാം സങ്കീർത്തനത്തിനായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു പട്ടണത്തിലെ വലിയൊരു ഓഡിറ്റോറിയം, ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അവിടെ 23-ാം സങ്കീർത്തനത്തിന്റെ മത്സരം നടക്കുകയാണ്. ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും സ്റ്റേജിൽ കയറി കാണാപ്പാടം 23-ാം സങ്കീർത്തനം വളരെ ഭംഗിയായി കർണമധുരമായി പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജഡ്ജിമാരിൽ മാർക്കിടുകയാണ്, ടാലന്റ് പരിശോധന നടക്കുക. ഏകദേശം 26 വയസ്സോളം പ്രായം വരുന്നൊരു ചെറുപ്പക്കാരൻ കയറി സങ്കീർത്തനം പറഞ്ഞു. എത്ര മധുരമായ ശബ്ദം! അതിന്റെ ഓരോ കുത്തും കോമകളും തന്നെ വാച്യാർത്ഥത്തിൽ തന്നെ വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു ഭയങ്കര ഒരു അവതരണമായിരുന്നു. ജഡ്ജിമാരെ മാർക്കിട്ടു 95 ഔട്ട് ഓഫ് 100. അതിൽ കൂടുതൽ ആരും മുമ്പോട്ട് പോകത്തില്ല. അങ്ങനെ ആർക്ക് മാർക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു 65-70 വയസ്സ് പ്രായം വരുന്ന ഒരു അപ്പച്ചൻ, അദ്ദേഹം പറഞ്ഞു, എനിക്കും സങ്കീർത്തനം ഒന്ന് പറയാം. ഒരു ശോഷിച്ച മനുഷ്യൻ ശേഷിച്ച ശക്തി കൊണ്ട് മൈക്കിന്റെ സ്റ്റാൻഡെ പിടിച്ചു സങ്കീർത്തനം പറയാൻ തുടങ്ങി. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ലെന്ന പറയാറുള്ള ശബ്ദത്തിൽ സങ്കീർത്തനം പറഞ്ഞപ്പോൾ സദസ്സ് സ്തബ്ധമായി, ജനം മുഴുവൻ അക്ഷമരായി. ഒരു നിമിഷ നേരം എല്ലാ പ്രിയപ്പെട്ടവരും അടുത്തതിനു വേണ്ടിയുള്ള ഉദ്വേഗം അവരുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വരാൻ തുടങ്ങി. അടുത്ത ഭാഗത്തേക്ക് കടന്നു. ഓരോ വാക്യങ്ങൾ വായിച്ചപ്പോൾ ജനത്തിനിടയിൽ ഏങ്ങലടികൾ ഉണ്ടാകാൻ തുടങ്ങി. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ലെന്ന് പറഞ്ഞപ്പോൾ തന്റെ 2 കണ്ണുകളിലൂടെയും കണ്ണുനീർ ചാലുകൾ ഒഴുകിയിറങ്ങി. ജനം ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ചിലർ അഭിഷേകം പ്രാപിച്ചു. ഇവിടെ ആരാധന നടന്നില്ല, അവിടെ പ്രസംഗം നടന്നില്ല, വെറും സങ്കീർത്തനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജനം ആത്മാവിലായി. ചിലർ എഴുന്നേറ്റെന്ന് പറഞ്ഞ് ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ് എന്ന് പറയാൻ തുടങ്ങി. എന്തിനേറെ 6 വാക്യം പറഞ്ഞിരുന്നപ്പോൾ 1000 വരുന്ന ജനം അലറി കരഞ്ഞുകൊണ്ട് ചിലർ നിലത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങി. ഭയങ്കര അന്തരീക്ഷമായി മാറി. ഒരു നിമിഷം ജഡ്ജിമാരാണ് വിഷമിച്ചത്. എത്ര മാർക്ക് ഇടണമെന്നറിയാം. എന്തിനേറെ മാർക്കൊന്നും വിട്ടില്ല. ഒടുക്കം സമ്മാനദാന സമയത്ത് 26ഓളം വയസ്സ് പ്രായം വരുന്ന ചെറുപ്പക്കാരനെ വിളിച്ചു. $1000 ഒന്നാം സമ്മാനം. വിളിച്ചു പറഞ്ഞു. ആ ചെറുപ്പക്കാരനെ വിളിച്ചു. ജനം മുഴുവൻ കൈയടിച്ചു. എല്ലാവരും തന്റെ സങ്കീർത്തനം കേട്ട് കൈയടിച്ചതാ. മാർക്ക് 95. $1000 മേടിച്ചുകൊണ്ട് ഓടി വന്ന് ഈ 65 വയസ്സുള്ള അപ്പച്ചന്റെ കാലിലോട്ട് വീണിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അപ്പച്ച എനിക്കിത് വേണ്ട, ഈ പൈസ അപ്പച്ചന് ഇരിക്കട്ടെ, എനിക്ക് വേണ്ട. ഉടനെ അപ്പച്ചൻ പറഞ്ഞു, മോനല്ലേ നല്ലപോലെ സങ്കീർത്തനം പറഞ്ഞ്. അന്നേരമാണ് ആ ചെറുപ്പക്കാരനോട് സത്യം പറഞ്ഞത്. ഞാൻ സങ്കീർത്തനം നല്ലപോലെ പറഞ്ഞെങ്കിലും അപ്പച്ചൻ സങ്കീർത്തനം പറഞ്ഞപ്പോഴാണ് മാനസാന്തരപ്പെട്ടതെന്ന് പറഞ്ഞു. ഫ്രീസറോ, നല്ലപോലെ സങ്കീർത്തനം പറയാം, മാനസാന്തരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാമെങ്കിൽ ആർക്കും സങ്കീർത്തനം പറയാം. അവൻ സങ്കീർത്തനം കാണാപ്പാടം പഠിച്ചവനാ. അപ്പച്ചൻ സങ്കീർത്തനം വായിച്ചപ്പോഴാണ് സമ്മാനം കിട്ടിയ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു. സ്തോത്രം. എന്തിനേറെ സദസ്സ് വളരെ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷമാണ്, ആത്മീയ പ്രക്ഷുബ്ധതയാ. ആ ചെറുപ്പക്കാരൻ ഒടുക്കം എല്ലാവരും കൂടി നിൽക്കാൻ ജഡ്ജസ് ഒരു ചോദ്യം ആ അപ്പച്ചനോട് ചോദിച്ചു. അപ്പച്ച, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. എന്താ? ഈ ചെറുപ്പക്കാരൻ സങ്കീർത്തനം പറഞ്ഞപ്പം ജനമെല്ലാം കൈയടിച്ചു, അവന് സമ്മാനം കിട്ടി, അവന് മാർക്കും കിട്ടി. പക്ഷെ അപ്പച്ച സങ്കീർത്തനം പറഞ്ഞപ്പോൾ ജനം മാനസാന്തരപ്പെട്ടു, ജനം ആത്മാവിലായി. എന്താ ഇതിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചു. അപ്പച്ച മറുപടി പറഞ്ഞു. കൃപയുള്ളവർക്കൊന്ന് ആരാധിക്കാവുന്ന മറുപടിയാ. പറഞ്ഞു, ആ ചെറുപ്പക്കാരന് സങ്കീർത്തനം അറിയാം, പക്ഷെ എനിക്ക് അതിനകത്തെ ഇടയനെ രുചിച്ചറിയാം. ഇന്ന് രാത്രിക്കാലം സങ്കീർത്തനം അറിയുന്നതിൽ കാര്യമില്ല, അതിനകത്തെ ഇടയനെ രുചിച്ചറിയാവുന്നവർക്ക് ഒരു ശ്രേഷ്ഠ ഇടയനെ ഇന്ന് രാത്രി രുചിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിക്കുക. കാടും വീടെന്ന ചിന്ത, ഓടുന്ന വീതിയിലും ആടിനെ തേടുന്ന മനസ്സ്, കാലൊടിഞ്ഞ
ആടിനെ കഴുകി തലോടി തോളിലേറ്റി കൂട്ടിലെത്തിക്കുന്ന ഇടയൻ, നിത്യ നിയമത്തിന്റെ ഇടയനായ എന്റെ കർത്താവ് ശ്രേഷ്ഠ ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന, നല്ല മേച്ചിൽപ്പുറങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ആ ശ്രേഷ്ഠനായ ഇടയനെ തിരിച്ചറിഞ്ഞവർക്ക്, ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവർക്ക് ഇന്ന് രാത്രി അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവർ വാ തുറന്ന ആ ശ്രേഷ്ഠ ഇടയൻ, ആ നല്ല ഇടയൻ, ആ ജീവൻ തന്ന ഇടയൻ, നമുക്ക് വേണ്ടി സകലവ നന്നായി ചെയ്യുന്ന ആ ഇടയനെ ഇന്ന് രാത്രി സ്തുതിക്കട്ടെ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്ക്, സന്തോഷത്തോടെ. എന്നെ നടത്തുന്നിടയൻ, എന്നെ വിളിച്ച ഇടയൻ, എന്നെ പുലർത്തുന്ന ഇടയൻ, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഇടയൻ, എന്റെ കുടുംബത്തെ പുലർത്തുന്ന ഇടയൻ ഇന്ന് രാത്രിക്കാലം അവിടെ വന്നിട്ടുണ്ട്. ആ ശ്രേഷ്ഠ ഇടയനെ അനുഭവിച്ചറിഞ്ഞവരോ, സങ്കീർത്തനം അറിയാവുന്നവരല്ല, ഇടയനെ ഇടയനെ ആ നല്ല ഇടയനെ അനുഭവിച്ചറിഞ്ഞവർ. ജീവിതത്തിൽ ഇതുവരെയും ആ ഇടയനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഇടയനെ കണ്ടുമുട്ടുമ്പോൾ അസുലഭ സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത് യഹോവ എന്റെ ഇടയൻ. ലോക ചരിത്രത്തിൽ എന്റേതെന്ന് പറയാൻ തന്റേടമായിട്ട് പറയാമുള്ളതെന്ന് ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവിന്. വേറെ ഒന്നും പറയാൻ പറ്റില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ചിന്തി നോക്കിയേ, ഇവിടെ ഇരിക്കുന്ന ഭാര്യയ്ക്ക് സ്തോത്രം, ഇപ്പുറത്തിരിക്കുന്ന എന്റെ ഭർത്താവിനെ എന്റെ ഭർത്താവെന്ന് പറയാം, ന്യായമായൊരു കാര്യമാണ്. പക്ഷെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം, എന്നാലും അറിയാം. വേറൊരു സമൂഹം എഴുന്നിട്ട് പറയാം, എന്നു മുതലാണ് നിന്റെ ഭർത്താവായ എന്റെ ആങ്ങളെയാ, ആ പുള്ളിക്ക് വേറൊരു ബന്ധവുമുണ്ട്. അപ്പൊ വേറെ അമ്മച്ചി എഴുന്നിട്ട് പറയാം, നിനക്ക് എന്നു മുതലാ എന്റെ മോനെ കിട്ടിയ, അവൻ എന്റെ മോനാ, കൊണ്ടുപോയാൽ പിന്നെ ഇതുവരെ കാണിച്ചിട്ട് പോലുമില്ല, മുട്ട ബഹളം ഉണ്ടാകും എന്റേതാണെന്ന് പറഞ്ഞാൽ. ഇവിടെ പ്രശ്നങ്ങളാ, ആർക്കും ആരെ എന്റേതാണെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്കെല്ലാം വേറെ ചില ബന്ധങ്ങളുമുണ്ട്. നിങ്ങൾക്ക് ഭാര്യ എന്നുള്ള ബന്ധമാണെങ്കിൽ ആ മനുഷ്യന് അമ്മ എന്ന് പറഞ്ഞ വേറൊരു ബന്ധമുണ്ട്, പെങ്ങളെന്ന് പറഞ്ഞ വേറൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ആർക്കും ആരെ സ്വന്തമാക്കാൻ പറ്റില്ല. എന്നാൽ ഇന്ന് രാത്രി പറഞ്ഞു നോക്കുക, യേശു എന്റെയാന്ന് പറഞ്ഞേ ആരും അവകാശം പറയാത്ത ആ ബന്ധത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. തന്റെ ഇടപാട്ട് പറയാം, എന്റെയാന്ന് പറയാം. ഇവിടെ പലരും ഡോളറും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക, ചുബേനെ ഡോളർ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാ. സമയം കിട്ടുവാണെങ്കിൽ ഇത് പേടിച്ച് വെക്കാതെ എടുത്ത് വെട്ടത്ത് വെച്ചൊന്ന് നോക്കണം. അതിനകത്തെ ഫോട്ടോ നമ്മുടെ അല്ല, ഏബ്രഹാമിന്റെ. ചിലരുടെ വിചാരം ഡോളർ കെട്ടിപ്പിടിക്കാതെ ഫോട്ടോ നമ്മുടെ ഫോട്ടോയോ, നല്ല ഏബ്രഹാമിന്റെ ഫോട്ടോയാ. അതിനകത്ത് ഇവിടുത്തെ ഒപ്പും വേറെയാ. അതിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. നാളെ ഇവിടുത്തെ ബാങ്ക് പറയാണ് ഡോളർ ഇവിടെ പിൻവലിക്കുന്നെന്ന് പറഞ്ഞാൽ ആസ്പുറോ മുറിയാൻ പോലും പിന്നെ പേപ്പർ കൊള്ളത്തില്ലെന്ന് ഓർക്കണം. ഇതെല്ലാം നമ്മുടേതാണെന്നുള്ളത് ഒരു നിമിഷ നേരത്തേക്കുള്ളൂ. എന്നാൽ മരിച്ചാലും ജീവിച്ചാലും മരണാനന്തരവും നിത്യത വരെ എന്റേതെന്ന് പറയാൻ പറയാന്റെ ഇടപാട്ട് എന്റേതെന്ന് പറയാൻ എന്റെ യേശു മാത്രമാകുക. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ആ കർത്താവ് എന്റേതാണ്. ലോകം മുഴുവൻ മാറിപ്പോയാലും ആരെല്ലാം എനിക്കുള്ളതെല്ലാം എടുത്തു കളഞ്ഞാലും ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത എന്റേത് എന്റെ യേശു, എന്റെ യേശു, എന്റെ യേശു, ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ആ നല്ല ബന്ധത്തിനായി ദാവീദ് പറഞ്ഞത് യഹോവ എന്റെ ഇടയനാ. ദാവീദേ എന്താ, ഞാൻ ഒരു സംശയം, എന്താ നിങ്ങൾക്ക് അപ്പനില്ലേ? ഉണ്ട്. ഇശായി അമ്മയില്ലേ? ഉണ്ട്. ആങ്ങളമാരില്ലേ? ഉണ്ടോ? ഏഴെണ്ണം. ഏലിയാവ്, അബീനാദാബ്, ശമ്മ എല്ലാം ഉണ്ട്. എന്നിട്ടൊരു കുടുംബസ്നേഹമില്ലാത്തൊരു ഫാമിലി ഉണ്ടെന്നുള്ള രീതിയില്ലാതെ എന്റെ എന്ന് പറയുന്നത് ഫാമിലി ഇല്ലേ? ഭാര്യയില്ലേ? ഉണ്ട്. വീടുകൾ. ഫാമിലി ഒന്നുമില്ലാതെ എന്റെ എന്ന് പറഞ്ഞേ. അതെ, അലമാരി ഞങ്ങളുടെയാണ്, വീട് ഞങ്ങളുടെയാണ്, ഫ്രിഡ്ജ് ഞങ്ങളുടെയാണ്, പറമ്പ് ഞങ്ങളുടെയാണ്, വീട്ടിലെ TV ഞങ്ങളുടെയാണ്. ഇതെല്ലാം ഞങ്ങളുടെ 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 എന്ന് പറയും എല്ലാവരും കൂടെ. യേശുവിന്റെ വിഷയം വരുമ്പം കൃപയുള്ളൊരു സ്വന്തം പറഞ്ഞാൽ മതി. എല്ലാവരും പറയാനുള്ളത് അത് മനസ്സിലായവർ പറഞ്ഞാൽ മതി. അമ്മ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം നമ്മുടെ എന്ന് പറയാം ഒരുമിച്ച്. പക്ഷെ യേശുവിന്റെ കാര്യത്തിൽ മാത്രം ഭർത്താവ് പോലും നിനക്ക് കൂട്ട് കാണുകയല്ല. ഇത് വീഡിയോ കോച്ച് പിടിച്ചു പോകുന്ന പരിപാടിയല്ല. സ്വർഗം അവനവന് വേണേ പൊക്കോണം. ഹല്ലേലൂയ. ഇത് മാസമായിട്ട് പോകുന്ന പരിപാടിയല്ല. ഇന്ന് രാത്രി യേശുവിനെ വേണമെങ്കിലോ നീ സ്വന്തമായിട്ട് ആരോടും ചോദിച്ചിട്ട് സ്വീകരിക്കാൻ നിൽക്കരുത്. യേശുവിനെ വേണമെങ്കിലോ സ്വന്തമായിട്ട് ഇന്ന് രാത്രി സ്വീകരിച്ചോണം. പറ, കർത്താവ് എന്റെയാ.
അതിനകത്തൊരു സ്വാർത്ഥത ഉണ്ടെങ്കിൽ അതൊരു തെറ്റല്ല. എന്താ മനസ്സിലായി? യെസ്, ആ യേശുവിന്റെ കാര്യത്തിൽ ഒരു സെൽഫിഷ്നെസ്, എനിക്ക് ആ കാര്യത്തിൽ ഇച്ചിരി സ്വാർത്ഥതയുണ്ട്. എന്റെ യേശു, സ്തോത്രം, അതിനകത്തൊരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആരെല്ലാം വെറുത്താലും പറയണം, ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് പറയണം, എന്റെ യേശു, സ്തോത്രം, ഹല്ലേലൂയ. അതിനകത്ത് കർത്താവിന്റെ കൃപ വ്യാപരിക്കും. ഇന്ന് രാത്രി മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് എന്റെ കർത്താവിനെ ദാവീദ് ഇടയെന്ന് പറഞ്ഞ പേര് ഇഷ്ടപ്പെട്ടു. ആമേൻ. ഈ ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി പ്രത്യേകതകളുണ്ട്. വേദപുസ്തകം നിങ്ങൾ പഠിച്ചു, ഒരുമാതിരിപ്പെട്ട പുള്ളികൾ മുഴുവൻ അമ്മായിയപ്പന്റെ ആടിനെ മേയിച്ചവരാ. പക്ഷെ ദാവീദ് മാത്രം അപ്പന്റെ ആടിനെ മേയിച്ചവരാ. അതൊരു ഭയങ്കര തന്നെ. യാക്കോബ് അമ്മായിയപ്പന്റെ, മോശ അമ്മായിയപ്പന്റെ, ഇവരെല്ലാം അമ്മായിയപ്പന്റെ ആടിനെ മേയിച്ചത്. ദാവീദ് അപ്പന്റെ ആടുകളെ മേയിച്ചത്. അപ്പന്റെ ആടുകളെ മേയ്ക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഇടയനാ. ദാവീദ് പറയണ യഹോവ എന്റെ ഇടയനാ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇടയനാണ്, എന്നാൽ എനിക്കൊരു ഇടയനുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ഇടയന്റെ പ്രത്യേകത ഇന്ന് രാത്രി പറഞ്ഞാൽ തീരുകയാണ്. സ്തോത്രം. ഈ ഇടയൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയാണ്, ഞാൻ ആടുകളുടെ വാതിലാകും. വായിച്ചിട്ടുണ്ടോ? വായിച്ചുള്ള കൈവയ്ക്കാണ്ട് ഒന്നും വായിപ്പിക്കാൻ സമയത്ത് ഇതെല്ലാം കാണാൻ പാടറിയാം. ആടുകളുടെ വാതിൽ എന്താ? ഈ ആടുകൾ ഇങ്ങനെ കയറി പോകുമ്പോൾ സ്തോത്രം, ഈ ഇടയന്റെ കയ്യിൽ എപ്പോഴും ഒരു കോലും ഒരു വടിയുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ഇടയന്റെ കയ്യിലും ഉണ്ടായിരിക്കണം. അത് പഴയ നിയമത്തിൽ പ്രത്യക്ഷമാണെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ വടിയും കോലും അത് പരോക്ഷമാണ്. സ്തോത്രം. എന്തിനാ കോല? ഈ മുകളിലൊക്കെ നിൽക്കുന്ന നല്ല ഇലകളൊക്കെ ഇങ്ങനെ വളച്ച്, അതിന്റെ ഒരു കൊടക്കാൽ പോലെ വളമുണ്ട്, ഇങ്ങനെ വളച്ച് താഴോട്ട് കൊണ്ടുവന്നിട്ട് ആടിന്റെ പൊക്കത്തിന് കൊടുക്കാനാണ് ഇടയന്റെ ഇല കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. അത് ഈ ഞായറാഴ്ച വന്ന് ഈ സഭയ്ക്കകത്തിരുന്ന് വളയ്ക്കാതെ നേരത്തെ വളർത്തുകൊണ്ട് വരണം. പ്രൈസറോ. മനസ്സിലായവർക്ക് സൂചിക്കുന്നു. സമയമില്ല വിശദീകരിക്കാൻ. ചിലര് മേശക്കഴി വന്നിരുന്നത് ഉപ്പിൽ തൊട്ട് വളയ്ക്കുന്നതേ ഉള്ളൂ കൊടുക്കാറുള്ളത്. പ്രൈസറോ. ഇതൊക്കെ തിന്നുന്ന ആട് പിന്നെ കപ്പയില തിന്നാൻ പോകാതിരിക്കും. പ്രൈസറോ. നേരത്തെ വളച്ചുകൊണ്ട് വന്ന് കൊടുക്കണം. ആട് വിശന്ന് വന്നിരിക്കുകയല്ലേ. സ്തോത്രം. അതിനുവേണ്ടിയാണ് പോലെ. പക്ഷെ വടി അതിനല്ല, ആടുകളെ ശരിയായ പാതയിൽ നടത്താൻ വേണ്ടിയിട്ടാ. എന്ന് പറഞ്ഞാൽ ഗുണീകരണത്തിന്, ശാസനത്തിന്, നീതിയുടെ അഭ്യസനത്തിന് സമം ദൈവവചനം. അവൻ സ്തോത്രം. വൈകുന്നേരം ആട് കൂട്ടിക്കയറുമ്പോൾ ഇടയൻ വടി ഇങ്ങനെ പിടിക്കും. ആട് ഇതിനിപ്പുറത്ത് കടക്കുമ്പോഴാണ് എണ്ണുന്നത്. ഒന്ന്, വടിയുടെ ഇപ്പുറത്ത് ഉപദേശവും ദൈവവചനവുമാണിത്. ഇത് ദൈവവചനമാണ്. ഇതിനിപ്പുറത്ത് പോകണം. വടിയുടെ ഇപ്പുറത്ത് പോകാത്ത ആടിനെ എണ്ണരുത്. ഓർത്തോ, ചില സഭയിലൊക്കെ 500ഉം 1000ഉം മെമ്പേഴ്സ് ഉണ്ടെങ്കിലും വടിയുടെ ഇപ്പുറത്ത് 114 എണ്ണമേ ഉള്ളൂ. ബാക്കിയെല്ലാം വടിയുടെ അപ്പുറത്താ. സ്തോത്രം. എന്റെ തമ്പുരാൻ എണ്ണിട്ടില്ലെന്ന് ഓർക്കണം. വചനം അനുസരിക്കുന്ന ആടിനെ മാത്രമേ കർത്താവ് എണ്ണിട്ടുള്ളൂ. എന്റെ സഭയിൽ 2000 ഉണ്ടോ, 10000 ഉണ്ടോ, 50000 ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വടിയുടെ ഇപ്പുറത്ത് എത്ര എണ്ണമുണ്ടോ അതിനാണ് വിലയിൽ നിന്ന് രാത്രിയാണ്. ഉപദേശം അനുസരിച്ച്, സത്യമനുസരിച്ച്, ദൈവവചനം അനുസരിച്ച് അവൻ ആടെല്ലാം അങ്ങനെയാണ്. എണ്ണിയപ്പോ 99 കണ്ടുള്ളൂ. ഒന്ന് കുറവ്. ആ ഭാഗം വേറെയാണ്. അവിടെ കിടക്കുന്നത് വടിയുടെ ഇപ്പുറത്താണ് പോലെ. എല്ലാം അകത്ത് കയറി കഴിയുമ്പോൾ ഇടയൻ ആ വടി താഴെ വെക്കും. സ്തോത്രം. ആടുകളുടെ വാതിലിനാലാ. എന്നിട്ട് ഇടിച്ചെടുത്ത് ഒലിവെണ്ണയുണ്ട് ഉണ്ടാക്കിയ വിളക്ക് കെട്ടിത്തൂക്കിയിട്ട്, ഇവിടെ ഇരുമ്പ് വാതിലോ ഗേറ്റൊന്നുമില്ല, ഇടയനീ വാതിൽക്ക് കിടക്കും. ആമേൻ. അതാ പറഞ്ഞതിന്റെ അർത്ഥം, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. അതെന്തിനാ? ഈ രാത്രി എല്ലാ ദൈവമക്കളും അറിയണം. പകൽ മേഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചില കുറുനരികളും ചില ചെന്നായ്ക്കളും ഈ കുഞ്ഞാടുകളെ നോക്കി വെച്ചിട്ടുണ്ട്. സൂര്യൻ അസ്തമിച്ചോട്ടെ, നിന്നെ കൊന്നു തിന്നുമെന്ന് പറഞ്ഞ്, പിച്ചി കീറുമെന്ന് പറഞ്ഞ് ചില ചെന്നായ്ക്കൾ പതിയിരിക്കുന്നുണ്ട്. ഇത് പാവമാടിനറിയത്തില്ല, പക്ഷെ ഇടയനറിയാ. ഈ വേല മുഴുവൻ ഇടയനറിയാ. അതുകൊണ്ട് ആ ഇടയൻ വാതിൽക്ക് കിടക്കുകയാ. ഈ കിടക്കുന്നതിന്റെ അർത്ഥം എന്താ? ചെന്നായേ, ബാലശൃംഗമേ, എന്റെ ചങ്കത്ത് ചവിട്ടിയല്ലാതെ ഈ കൂട്ടിനകത്ത് കിടക്കുന്ന ഒരൊറ്റ ആടിനെ തൊടാൻ നിനക്ക് അനുവാദമില്ലെന്നാ പറഞ്ഞത്. ഇടയന്റെ ചങ്കത്ത് ചവിട്ടിയല്ലാതെ ഈ കൂട്ടിനകത്ത് കയറാൻ പറ്റില്ല. ഇന്ന് രാത്രി ദൂത് മനസ്സിലായ എത്ര പേരുണ്ട്? നിന്നെ തകർക്കാൻ ആരെല്ലാം പദ്ധതി ഇട്ടാലും ഇടയന്റെ ചങ്കത്ത് ചവിട്ടിയല്ലാതെ അകത്ത് കയറാൻ ഒരു ശത്രുവിന് കഴിയില്ലെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് ശാക്തമായി ദൂത് പറയാ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൂത് മനസ്സിലായവർക്കായി നിന്നെ തകർത്തു കളയുമെന്ന്, നിന്നെ പൊടിച്ചു കളയുമെന്ന്, നിന്നെ മുടിച്ചു കളയുമെന്ന് ലോകത്തിൽ ആരെല്ലാം വാതിൽ കെട്ടിയാലും എന്റെ തമ്പുരാൻ വാതിലാണെങ്കിൽ, എന്റെ യേശു നിന്റെ വാതിലാണെങ്കിൽ, ആടേ, കുഞ്ഞാടേ, ഇന്ന് രാത്രി ധൈര്യമായിരിക്കാം. അവൻ